ഓം നമഃശിവായ. ഇന്ന് ഒരു ചെറിയ കഥ, രുദ്രാക്ഷ മഹാത്മ്യം. കുട്ടികൾക്ക് രുദ്രാക്ഷ മഹാത്മ്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി ഒരു കഥ. രുദ്രാക്ഷധാരിയായി ശിവനാമങ്ങൾ ഉരുവിടുന്നവർ മരിച്ചാൽ ശിവലോകം ഗമിക്കുമെന്ന് ഒരു വിശ്വാസമുണ്ട്. കോടി പുണ്യമുള്ള രുദ്രാക്ഷത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു പുരാണ പ്രസിദ്ധമായ കഥ പറയാം. ഭദ്രസേനൻ എന്ന രാജാവ് കാശ്മീരം വാണിരുന്ന കാലം. അദ്ദേഹത്തിന് ഒരു മകൻ ഉണ്ടായിരുന്നു, പേര് സുധർമ്മൻ. അദ്ദേഹത്തിൻ്റെ മന്ത്രിക്കും ഒരു മകനുണ്ടായിരുന്നു, പേര് താരകൻ. ഈ രണ്ട് കുമാരന്മാരും വലിയ ശിവഭക്തന്മാരായിരുന്നു. ആ സുഹൃത്തുക്കൾ ഒരുമിച്ചാണ് വേദാന്തങ്ങളെല്ലാം അഭ്യസിച്ചത്. അവരുടെ ദിനചര്യകൾ ഒരുപോലെ തന്നെ. നേരം വെളുക്കുമ്പോൾ തന്നെ കുളി കഴിഞ്ഞിരിക്കും, തൂവെള്ള ഭസ്മം ശരീരത്തിൽ ധരിക്കും. മാത്രമല്ല, വിവിധ രീതിയിൽ രുദ്രാക്ഷമാലകളും ചാർത്തും. ശിവക്ഷേത്രത്തിൽ പോയി നാമജപങ്ങളുമായി മണിക്കൂറുകൾ ചിലവഴിക്കും. ഒരു നേരമെങ്ങാനും വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും, പുരാണങ്ങൾ വായിക്കും. ഭഗവാനെ മനസ്സിലുറപ്പിച്ച് സന്തുഷ്ടരായി ഇരിക്കുന്ന അവന്മാരെ കാണുന്നവർ അത്ഭുതപ്പെടും. യുവാക്കളായ ഇവർക്ക് ഇത്ര ഭക്തിയോ? എല്ലാവർക്കും അത്ഭുതമായി. അവരെ സംബന്ധിച്ചിടത്തോളം രത്നം വെറും കരിങ്കൽ തൊട്ടുകളാണ്, സ്വർണം ഒട്ടിൻ കഷ്ണം പോലെയാണ്, വീട് പുല്ലുപോലെയും ഭൂമി കാട് പോലെയും സുന്ദരികളെ പാവകളെ പോലെയും അവർ കരുതി. കയ്യിൽ വളയായും കാതിൽ കമ്മലായും തലയിൽ കിരീടമായും മാറിൽ മണിമാലയായും അവർ എല്ലാവരും ധരിച്ചിരുന്നത് രുദ്രാക്ഷമാണ്, രുദ്രാക്ഷം മാത്രം. ആ കുമാരന്മാരെ തനിക്ക് സമന്മാരായി കരുതിയ പരാശര മഹർഷി ഒരിക്കൽ കാശ്മീര രാജധാനിയിൽ എഴുന്നള്ളി. ഭദ്രസേന രാജൻ അദ്ദേഹത്തെ സൽക്കരിച്ച് കാലടികളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. തൻ്റെ സങ്കടങ്ങൾ അദ്ദേഹത്തോട് ഉണർത്തിച്ചു. മഹാത്മൻ, ദീനദയാലുവായ അവിടുന്ന് എൻ്റെ സങ്കടം തീർത്തു തരണം. പുണ്യനിധിയായ അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ മകൻ സുധർമ്മനെ അവിടുന്ന് കണ്ടാലും അവൻ അടുത്തു തന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടേണ്ടവനാണ്. പക്ഷേ കണ്ടില്ല, അവന് രാജ്യം വേണ്ട, കൊട്ടാരം പോലും വേണ്ട. മന്ത്രിപുത്രൻ്റെ അവസ്ഥയും ഇത് തന്നെ. രണ്ടുപേരും വെളുപ്പിനെ കുളിച്ച് വേഷം മാറി മന്ത്രം ജപിക്കുന്നു, ഭസ്മം ധരിക്കുന്നു, എപ്പോഴും കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്നു. ശരീരഭാഗങ്ങളിലെല്ലാം ആഭരണമായി അണിയുന്നത് രുദ്രാക്ഷമാണ്. സ്വർണവും രത്നവും ഒന്നും അവർക്ക് വേണ്ട. ആഹാരം പോലും കഴിക്കാതെ അമ്പലത്തിൽ പോയി ഇരിക്കുകയാണ്. ഇവർക്ക് രണ്ടു പേർക്കും ഇങ്ങനെ മനസ്സിൽ തോന്നാൻ എന്താണ് കാരണം? ഇതാണ് രാജാവിൻ്റെ സംശയം. അതിനുത്തരമായി ഋഷഭ മഹായോഗി അരുളി ചെയ്തു. ഭദ്രസേന രാജൻ, ഇവർ നല്ല കുട്ടികളാണ്. ഈ കുമാരന്മാരുടെ ശങ്കരഭക്തിക്കുള്ള കാരണം ഞാൻ പറഞ്ഞു തരാം. നന്ദിഗ്രാമം എന്ന ദേശത്ത് ദേവദാസിയായ ഒരു സുന്ദരി ജീവിച്ചിരുന്നു. രാജ്ഞിയേക്കാൾ പ്രൗഢിയോടെ മഹാനന്ദ ആ ധനികയായ സുന്ദരി പുരുഷന്മാരുടെ ഹൃദയക്ഷേത്രത്തിൽ ജ്വലിച്ചു നിന്ന കാലം. അഴകിൻ്റെ നിറകുടമായ അവളുടെ ഭംഗി വർണ്ണിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയാണ്. അവൾക്ക് ധനത്തിന് യാതൊരു പഞ്ഞവുമില്ലായിരുന്നു. പടി മുതൽ പറമ്പ് വരെ കിടക്കുന്ന സാധന സാമഗ്രികൾക്ക് കയ്യും കണക്കുമില്ല. അത്രയധികം സമ്പത്തുള്ളവരാണ് ഇവൾ. ഇങ്ങനെയൊക്കെയാണെങ്കിലും മഹാദേവനിൽ ഇവൾക്ക് അടിയുറച്ച ഭക്തിവിശ്വാസങ്ങളുണ്ട്. ഇടവേളകളിൽ ശങ്കരകഥകൾ വായിച്ചും കീർത്തനം ചൊല്ലിയും ഭക്തിയോടെ കഴിഞ്ഞിരുന്നു. ബ്രഹ്മജ്ഞാനികളെ വന്ദിക്കുകയും ഈശ്വരനാമം ജപിക്കുകയും ചെയ്യുന്ന ഒരു ദേവദാസി അന്ന് മറ്റെങ്ങുമില്ലായിരുന്നു. പാർവതീകാന്തൻ തന്നെ അവൾക്ക് ഈശ്വരൻ. ഇങ്ങനെ വളരെയധികം ഭക്തിയോടെയായിരുന്നു ഇവൾ കഴിഞ്ഞിരുന്നത്. കൂടാതെ സ്നേഹമഹിയായ അവൾ തോഴിമാരോട് കളി തമാശ പറഞ്ഞിരിക്കും, പാട്ടുപാടും, മഹേശ്വര കീർത്തനങ്ങൾ ചൊല്ലും. അവൾക്ക് വളർത്തു മൃഗങ്ങളായിട്ടുണ്ടായിരുന്നത് ഒരു പൂവൻ കോഴിയും ഒരു കുരങ്ങനുമായിരുന്നു. അവളുടെ പൂവൻ കോഴിയുടെ കഴുത്തിലും രുദ്രാക്ഷം അണിയിക്കും. പൂവൻ കോഴിയും കുരങ്ങനും തമ്മിൽ കളിക്കുന്നത് കൗതുകത്തോടെ നോക്കിയിരിക്കും. പകൽ മുഴുവൻ നീളുന്ന ഈ തരം വിനോദങ്ങൾ കാണാൻ നല്ല രസമാണ്. ഒരു ദിവസം
അവിടെ ഒരു രുദ്രാക്ഷധാരിയായ ശിവഭക്തൻ വന്നു. സദാ മഹേശ്വര നാമങ്ങളാണ് ചുണ്ടിൽ. മഹാനന്ദ സ്വർണപീഠം കൊടുത്ത് അദ്ദേഹത്തെ ഇരുത്തി. രത്നം പതിച്ച വിശറി കൊണ്ട് അവൾ തന്നെ അയാളെ വീശി. യാത്രാക്ഷീണവും വിശപ്പും അകറ്റി പനിനീർ തളിച്ചു. അദ്ദേഹത്തിൻ്റെ വലത് കൈയിൽ ഒരു രത്ന കങ്കണം ഉണ്ടായിരുന്നു. അത് കൈക്കലാക്കണമെന്ന് അവൾക്ക് മോഹമുദിച്ചു. തനി തങ്കത്തിൽ തീർത്ത വള, അതിൽ പതിച്ചിരിക്കുന്നതോ പ്രകാശം പൊഴിക്കുന്ന വൈരം, പത്മരാഗം തുടങ്ങിയ നവരത്നങ്ങൾ. ആഗ്രഹം സഹിക്കവയ്യാതെയായപ്പോൾ ആ നീലക്കണ്ണാൾ പറഞ്ഞുപോയി, വൈശ്യരാജ്യ, അങ്ങയുടെ കയ്യിൽ കിടക്കുന്ന രത്നകങ്കണം സ്ത്രീകളുടെ കയ്യിൽ കിടന്നാൽ എത്ര ഭംഗിയായിരിക്കും. വൈശ്യരാജൻ സമ്മതഭാവത്തിൽ പുഞ്ചിരിച്ചു. നിനക്ക് ഇത് വേണമെന്ന് ചെറിയൊരു മോഹമുണ്ട് അല്ലേ? മഹാനന്ദ കടാക്ഷ വിക്ഷേപണങ്ങളോടെ വൈശ്യരാജനോട് പറഞ്ഞു. കൊള്ളാം, നല്ല വില. ഇന്നോളം ഞാനൊരു വസ്തുവും പണം കൊടുത്ത് വാങ്ങിയിട്ടില്ല. വേശ്യമാർ വില കൊടുക്കുന്നത് ശരിയല്ല. പക്ഷേ വൈശ്യൻ പറഞ്ഞു, 14 ലക്ഷം രൂപ തരണം, എന്നാൽ തരാം. അങ്ങനെ ഒന്നും ഞാൻ ഒരു സാധനം വാങ്ങാറില്ല. വേശ്യമാർക്ക് കടക്കണ്ണിലാണ് ധനമുണ്ടാകുന്നത്. അന്ത്യകാലത്ത് ദാരിദ്ര്യമായിരിക്കും അവർക്ക്. അങ്ങേക്ക് ഇഷ്ടമാകുന്നത് പോലെ ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം. അങ്ങ് തരുമെങ്കിൽ വള വാങ്ങിക്കൊള്ളുകയും ചെയ്യാം. ആരും അർഹതപ്പെടാത്തതൊന്നും എനിക്ക് തരാറില്ല. അതുകൊണ്ട് എനിക്കതൊക്കെ ദഹിക്കുകയും ചെയ്യും. കയ്യിലുള്ള ധനം ആവശ്യത്തിന് ചിലവഴിക്ക് ജീവിക്കുന്നവൻ വിചാരിക്കുന്നതെല്ലാം നേടുന്നു. അന്യൻ്റെ സ്വത്ത് അന്യർ തരുന്ന സുഖവുമായ കാലത്ത് അനുഭവിച്ചിട്ട് അന്ത്യകാലത്ത് ഇരക്കുന്നവരാണ് ഞങ്ങൾ. ആവശ്യപ്പെടുന്നതെല്ലാം ഇപ്പോൾ എല്ലാവരും എനിക്ക് തരുന്നുണ്ട്. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ ആരും എന്നെ തിരിഞ്ഞു നോക്കുകയില്ല. അന്നും എനിക്ക് ജീവിക്കേണ്ടേ? വേശ്യാസ്ത്രീകളുടെ ഒരു ഗതികേട് അങ്ങേക്ക് അറിയില്ലായിരിക്കും. 3 രാപ്പകലുകൾ മറ്റാരെയും സ്വീകരിക്കാതെ മഹാവീരനായ അങ്ങയുടെ മാത്രം ഭാര്യയായി ഞാൻ ഇരുന്നു കൊള്ളാം. ഇത് തീർച്ച. എന്താ, ഈ വളയ്ക്ക് ഈ വില മതിയോ? മതിയെങ്കിൽ വള എനിക്ക് തരിക. സമ്മതമല്ലെങ്കിൽ വള വേണ്ട. വൈശ്യരാജന് സന്തോഷമായി. ശരി, നിന്റെ നിബന്ധന ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഉടൻ തന്നെ വൈശ്യൻ ദിവ്യരത്നങ്ങൾ പതിച്ച ആ തങ്കവള മഹാനന്ദയ്ക്ക് സമ്മാനമായി നൽകി. അവൾ സ്വന്തം കയ്യിൽ അണിഞ്ഞ് സന്തുഷ്ടയായി. അപ്പോൾ വൈശ്യൻ പറഞ്ഞു, മഹാനന്ദെ, ഞാൻ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന സ്വർണ്ണ ശിവലിംഗം കണ്ടോ? ഇത് ധരിക്കുന്നത് കൊണ്ട് സ്ത്രീകളുമായി സഹവസിക്കാൻ പാടില്ല, ദോഷമാണത്. അതുകൊണ്ട് നീ ഇത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വയ്ക്കണം. ഞാൻ പിന്നീട് തിരികെ വാങ്ങിക്കൊള്ളാം. ശിവലിംഗം മഹാനന്ദയുടെ കയ്യിൽ കൊടുത്തു. മണിത്തൂണിൻ്റെ മുകളിൽ അവൾ മറ്റാരും കാണാതെ ഒരു ഭാഗത്ത് സൂക്ഷിച്ചു വെച്ചു. വൈശ്യനും വേശ്യയും കളിവാക്കുകൾ പറഞ്ഞിരുന്നു. നേരം പോയതറിഞ്ഞില്ല. അർദ്ധരാത്രിയായി കാണും. ഒരു പൊട്ടിത്തെറി കേട്ടാണ് പെട്ടെന്ന് നോക്കിയത്. ആകെ തീ പിടിച്ചു. വീടിനാകെ തീ പിടിച്ച് വീടും കൊട്ടാരവും തൂണും സ്വർണ്ണം എല്ലാം കത്തി നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യും? അവൾ പെട്ടെന്ന് മഹാനന്ദ പൂവൻകോഴിയെയും കുരങ്ങനെയും തുറന്നു വിട്ടു. പൂവൻകോഴി ഓടിയും പതുക്കെ പറന്നും കുരങ്ങൻ കുതിച്ചു ചാടിയും രക്ഷപ്പെട്ടു. തീ പടർന്ന് കത്തിയപ്പോൾ സൂക്ഷിച്ചു വെച്ച സ്ഥലത്ത് നിന്ന് രത്നശിവലിംഗം തീയിലേക്ക് തെറിച്ചു വീഴുന്നു. വൈശ്യനും വേശ്യയും കണ്ടു. വൈശ്യൻ പറഞ്ഞു, എൻ്റെ മരണമടുത്തു. ആ രത്നലിംഗത്തെ പിരിഞ്ഞിരിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. സുന്ദരി, നിന്നെയും കണ്ടുകൊണ്ടിവിടെ ഇരിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കില്ല. കത്തിക്കൊണ്ടിരിക്കുന്ന ഈ തീയിൽ ചാടി ഞാൻ ജീവൻ ത്യജിക്കും. എനിക്കെൻ്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ടതാണ് ആ ശിവലിംഗം. അതുകൊണ്ട് ഞാനിതാ എൻ്റെ ജീവൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞതും വൈശ്യൻ തീയിലേക്ക് ചാടിയതും ഒരുമിച്ചായിരുന്നു. മഹാനന്ദ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. പിന്നെ തീപിടുത്തം കണ്ട് ഓടിയെത്തിയ ബന്ധുക്കളെ നോക്കി അവൾ പറഞ്ഞു, എനിക്കും മരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ആലോചിച്ചു നോക്കിയാൽ വൈശ്യൻ എൻ്റെ ഭർത്താവാണ്. 3 ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കാം എന്ന് ഞാൻ ആ മഹാത്മാവിനോട് സത്യം ചെയ്തു പറഞ്ഞതാണ്. 3 ദിവസമായില്ല, അദ്ദേഹം മരിച്ചു. ഞാനിനി മറ്റേ ആരെങ്കിലും സ്വീകരിച്ചാൽ എനിക്ക് അധർമ്മദോഷം ഭവിക്കും. ശ്രേഷ്ഠ കുലജാതനായ ഭർത്താവ് മരിച്ചാൽ ഭാര്യമാർ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. മാത്രമല്ല, സത്യം ചെയ്ത് പറഞ്ഞ വാക്ക് പാലിക്കാൻ സാധിക്കാത്തത് എത്രയോ നിന്ദ്യമാണ്. ഒരാളെ കൂടെ വസിക്കുമ്പോൾ മറ്റൊരുത്തനോട് സ്നേഹം തോന്നുന്നത് വേശ്യാധർമ്മത്തിന് വിരുദ്ധമാണ്, പാപമാണ്. അതുകൊണ്ട്
മഹേശ്വരനെയും സൂര്യനെയും സാക്ഷി നിർത്തി ഞാൻ ചെയ്ത സത്യവാക്ക് പാലിക്കാതെ 3 ദിവസം വൈശ്യൻ്റെ ഭാര്യയായിരിക്കാതെ മറ്റാരെയും എനിക്ക് സ്വീകരിക്കാനും സാധ്യമല്ല. കഷ്ടം, ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്? ഇത്രയും കാലം മറ്റുള്ളവരുടെ സ്വത്തനുഭവിച്ച് ജീവിച്ചിട്ട് ഇനിയുള്ള കാലം ഞാൻ വെറുതെ ഇരുന്നാൽ അന്ത്യത്തിൽ ദരിദ്രയായി കഴിയേണ്ടി വരും. ഒരാൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്താൽ എനിക്ക് പുണ്യമേ വരൂ. പാർവതീകാന്തനായ പരമേശ്വരൻ്റെ കാൽത്തരങ്ങളിൽ എനിക്ക് സ്ഥാനം കിട്ടും. അനന്തരം അവൾ പുരോഹിതന്മാരെ വരുത്തി തൻ്റെ സ്വത്തുക്കൾ എല്ലാം ദാനം ചെയ്യാൻ തീരുമാനിച്ചു. കുളിച്ച് ശുദ്ധമായി വന്ന് മൃഷ്ടാന്ന ഭോജനം കഴിച്ച് വെറ്റില മുറുക്കി പുരോഹിതന്മാരുടെ കാലടിയിൽ കുമ്പിട്ട് അവർക്കെല്ലാവർക്കും സ്വത്തുക്കളെല്ലാം കൊടുത്ത് അതാ പുഞ്ചിരിയോടെ അവൾ ആളിക്കത്തുന്ന തീയിനെ വലം വെച്ച് അവൾ അതിലേക്ക് ചാടി. മഹാത്ഭുതം! തിങ്കൾ ചൂടുന്ന തമ്പുരാൻ അതാ പുഞ്ചിരിയോടെ അവളുടെ കൈ പിടിച്ച് തടുത്തു നിർത്തുന്നു. കണ്ടവർ അത്ഭുതപ്പെട്ടു. മഹാദേവൻ പറഞ്ഞു, നീ ഈ തീയിൽ ചാടി മരിക്കേണ്ടവളല്ല. നിന്റെ ശിവഭക്തി അറിയാൻ ഞാനാണ് ഇവിടെ വൈശ്യനായി വന്നത്. നിന്നെ പരീക്ഷിക്കാൻ. വേശ്യകൾ കൗശലക്കാരികളാണെന്ന് പൊതുവെ കരുതപ്പെടുന്നു. അന്യൻ്റെ മുതൽ കൈക്കലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരെ മറന്നു കളയുന്നവരാണ് അധികവും. സ്വന്തം ഭർത്താക്കന്മാരോട് പോലും പലർക്കും സ്നേഹമില്ല. ആ കഠിന ഹൃദയരുടെ കൂട്ടത്തിൽ നീയും പെടുമോ? നീ ചതിക്കുമോ എന്നറിയാൻ ഞാൻ പരീക്ഷിച്ചതാണ്. പരീക്ഷയിൽ നീ വിജയിച്ചിരിക്കുന്നു. നിന്റെ ശരീരം വെറുതെ ദഹിപ്പിക്കരുത്. നിന്റെ സകല ആഗ്രഹങ്ങളും അറിയിച്ചുകൊള്ളൂ, ഞാൻ സാധിപ്പിച്ചു തരാം. അവിടുത്തെ പാദശുശ്രൂഷ ചെയ്ത് അവിടുത്തെ അടുക്കൽ വസിച്ചാൽ മതി. എൻ്റെ ബന്ധുക്കൾക്കും ആ സൗഭാഗ്യം തരണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. കൂടാതെ ഇടതുവശത്ത് പാർവതി ദേവിയെയും എനിക്ക് കാണുമാറാകണം. കൃപാനിധിയായ മഹേശ്വര, അനുഗ്രഹിച്ചാലും എൻ്റെ അപേക്ഷ സ്വീകരിച്ചാലും. പ്രൗഢഭക്തിയോടെ ഭജിക്കുന്ന മഹാനന്ദയെ തേരിലേറ്റി കൈലാസത്തിലേക്ക് മഹാദേവൻ യാത്രയായി. അവളുടെ ഭക്തിപൂർവമായ അപേക്ഷ പ്രകാരം അവളുടെ പരിചാരകരെയും ബന്ധുവർഗത്തെയും ഒപ്പം കൊണ്ടുപോയി ശിവലോകത്തിൽ അവരെ വസിപ്പിച്ചു. അവളുടെ കുരങ്ങനാണ് നിന്റെ മകനായി പിറന്നത്. ആ ഭുവൻകോഴിയാണ് മന്ത്രിപുത്രനായി ജനിച്ചത്. കഴിഞ്ഞ ജന്മത്തിലെ രുദ്രാക്ഷധാരണമാണ് ഈ കുമാരന്മാരുടെ ശിവഭക്തിക്ക് കാരണം. ഇവർക്കിനി ജന്മമുണ്ടാവുകയില്ല. സംസാരക്ലേശം അനുഭവിക്കാൻ മഹേശ്വരൻ ഇവരെ അനുവദിക്കില്ല. അറിയാതെയാണെങ്കിലും രുദ്രാക്ഷം ശരീരത്തിൽ അണിഞ്ഞതിൻ്റെ ജന്മപുണ്യം അനുഭവിക്കാൻ വേണ്ടി ഭഗവാൻ കൊടുത്തതാണ് ഈ കൊട്ടാരത്തിലെ ജനനം. അറിഞ്ഞുകൊണ്ട് രുദ്രാക്ഷം ധരിക്കുന്നവരുടെ പുണ്യത്തിന് അതിരില്ല. ഇതാണ് കഥ. ഓം നമഃ ശിവായ.